പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, അങ്ങയുടെ അഭിഷിക്തന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ബലപ്പെടുത്തിക്കൊണ്ട് അച്ഛന്റെ പ്രാർത്ഥനയെ അങ്ങേറ്റെടുക്കണമേ. ഞങ്ങളെല്ലാവരും കൃപാസനാൽത്താരെ പ്രത്യക്ഷപ്പെട്ട അമ്മയോട് ചേർന്നുകൊണ്ട് നമ്മുടെ മാധ്യസ്ഥത്തിലെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഓരോ മനുഷ്യനും 1000 കണ്ണീരോടെയാണ് ഭാരമുള്ള മനസ്സോടെ രോഗമുള്ള ശരീരത്തോടെ നിൽക്കുന്നത്. കർത്താവേ, അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. അങ്ങയുടെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, മാതാവേ, പ്രാർത്ഥന കേൾക്കുന്ന തീർത്ഥാടകരും പ്രാർത്ഥന കേൾക്കുന്ന ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരെ ഒരു കുഞ്ഞു പോലെ അനുഗ്രഹപ്പെടാതെ അങ്ങയുടെ തിരുമുൽ വാർന്ന വലത് കരത്താൽ അനുഗ്രഹത്തിന്റെ ആണിപ്രതാർന്ന അത്ഭുത കരത്താൽ പിണർ പോലെ ശക്തി മക്കളെ സ്പർശിക്കണമേ. മക്കളെ സ്പർശിക്കണമേ. സ്പർശിക്കണമേ. മാരക രോഗങ്ങള്, വേദികള്, ജീവിതങ്ങള്, ഭാരങ്ങള് മാറിപ്പോകട്ടെ. നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. എൻ്റെ അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, കൃപാസനാൽത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സ്ഥിരീകരണത്തിന്റെ അടയാളം കാണിക്കണമേ. അപ്പാ, അതേപോലെ തന്നെ യേശുക്രിസ്തുവിന്റെ നാമത്തില് അടയാളം കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ, അങ്ങേപ്പോൾ തന്നെ യേശുക്രിസ്തുവിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി മാരക രോഗങ്ങള്, കരൾ രോഗങ്ങള്, ഹൃദയ രോഗങ്ങള്, എപ്പിലെപ്സി രോഗങ്ങള്, കിഡ്നി രോഗങ്ങള്, അസ്ഥി രോഗങ്ങള്, രക്തസ്രാവ രോഗങ്ങള്, PCOD രോഗങ്ങള്, എപ്പിലെപ്സി രോഗങ്ങള്, യേശുവിന്റെ നാമത്തില് ഉച്ച മുതല് ഉള്ളംകാലം വരെ കർത്താവിന്റെ രക്തം പടരട്ടെ. ഉച്ച മുതല് ഉള്ളംകാലം വരെ കർത്താവിന്റെ രക്തം പടരട്ടെ. കരരോഗങ്ങള്, നടുവിന് വേദനകള്, വേസ്റ്റിന് രോഗങ്ങള്, കർത്താവിന്റെ ഇടുപ്പലിന് രോഗങ്ങള്, അസ്ഥി രോഗങ്ങള്, നടക്കാൻ പറ്റാത്ത അവസ്ഥകള്, കണ്ണിന് കാണാൻ പറ്റാത്ത അവസ്ഥകള് കർത്താവ് സ്പർശിക്കട്ടെ. സുസ്ഥിരോഗങ്ങള് സ്പർശിക്കട്ടെ. കർത്താവ് സ്പർശിക്കട്ടെ. മുഴകളുടെ രോഗങ്ങള്, ക്യാൻസർ രോഗങ്ങള്, തൊണ്ട രോഗങ്ങള്, തൈറോയ്ഡ് രോഗങ്ങള്, ടോൺസിൽ രോഗങ്ങള് യേശുക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തില് മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ആരാധന, ആരാധന. എല്ലാവരും
ആരാ തരണത്? ആരാ തരണം? ഉടമ്പടിയിലായിരിക്കുമ്പോൾ മോശം ടൈം വന്നാൽ നമ്മൾ വളരെ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യണം. ഉടമ്പടിയിലായിരിക്കുമ്പോൾ മോശം ടൈം വന്നു കഴിഞ്ഞാൽ എന്താ കാര്യം? അതങ്ങനെ വരത്തില്ല. ലോകത്തുനിന്ന് അത് വരത്തില്ല, പ്രൊട്ടക്ഷനാണ്. പിന്നെ മോശം ടൈം വരികയാണെങ്കിൽ ദൈവം നിനക്ക് തരുന്നതാണ്. എന്താണ്? അവിടുന്ന് ഓരോരുത്തർക്കും ഓരോ കാലം കൽപ്പിച്ച് നൽകുന്നു. പോരെ? അതാണ് സംഭവം. ഉടമ്പടിയിലായിരിക്കുമ്പോൾ ഒരാൾക്ക് മോശം ടൈം വരുന്നത് എന്തുകൊണ്ടാണ്? അത് സ്വാഭാവികമായിട്ട് ഉണ്ടാകണമല്ല, ദൈവം തരുന്നതാണ്. ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 17:26. അപ്പോസ്തല പ്രവർത്തനം 17:26. ഭൂമുഖം മുഴുവൻ വ്യാപിച്ചു വസിക്കാൻ വേണ്ടി അവിടുന്ന് ഒരുവനിൽ നിന്ന് എല്ലാ ജനപദങ്ങളെയും സൃഷ്ടിച്ചു. അവർക്ക് വിഭിന്ന കാലങ്ങളും വാസഭൂമികളും നിശ്ചയിച്ചു കൊടുത്തു. ഇത് അവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും ഒരുപക്ഷേ അനുഭവത്തിലൂടെ അവിടുത്തെ കണ്ടെത്തുന്നതിനും വേണ്ടിയാണ്. അതാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ഉടമ്പടിയിലായിരിക്കുമ്പോൾ ചില സമയത്ത് ചില കഠിനകാലം ഉണ്ടാകാം. കാര്യം എന്താണ്? അവിടുന്ന് ഓരോരുത്തർക്കും ഓരോ കാലം കൽപ്പിച്ച് നൽകുന്നു. ദൈവം നൽകുന്നതാണ്. എന്തിനു വേണ്ടിയാണ്? അത് സ്വന്തം അനുഭവത്തിലൂടെ ദൈവത്തെ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ്. അപ്പൊ എപ്പോഴും പ്രശ്നത്തിൽ നമ്മുടെ പേഴ്സണൽ വേർഷൻ ഓഫ് ബിലീഫ് ഉണ്ട്. ഇതാണ് ദൈവം ഏറ്റെടുക്കുന്നത്. ഇപ്പം നമ്മൾ ചാറ്റ് GTP ഒക്കെ വെച്ചിട്ടുണ്ട്. ആൾക്കാർ PhD തീസ് എഴുതത്തില്ലേ? PhD തീസ് എഴുതുന്ന ആൾക്കാരില്ലേ കോളേജിൽ കൊടുക്കുന്നതിന് വേണ്ടി, ഡോക്ടറേറ്റ് എടുക്കുന്നതിന് വേണ്ടി. അപ്പോൾ ഒത്തിരിയേറെ ആപ്പുകളിപ്പോൾ ഉണ്ട്. ചാറ്റ് GTP പോലെ കുറേ സാധനങ്ങളുണ്ട്. എൻ്റെ മൊബൈലിലും കുറേ കിടപ്പുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? മാറ്റർ നമ്മൾ അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് തീസിൻ്റെ കൂടെ കൂട്ടി വെക്കും. അപ്പോൾ ഇതിനൊരു ആൻറ്റി ആപ്പ് വേറെ കിടപ്പുണ്ട്, പ്രൊഫസർമാരുടെ കയ്യിൽ ഇരിപ്പുണ്ട്. നിൻ്റെ ഈ ഇത് മുഴുവനും അവർ അവരുടെ സിസ്റ്റത്തിൽ ഇട്ട് നോക്കുമ്പോൾ നീ ഇത് എവിടെ നിന്നാണ് കട്ടെടുത്തതെന്നുള്ള എല്ലാവരും അവർക്ക് മനസ്സിലാകും. പിന്നെ തീസ് തള്ളിപ്പോവും. ഇതുപോലെ തന്നെയാണ് ദൈവികമായൊരു കാര്യം വരുമ്പോൾ പേഴ്സണൽ വേർഷൻ ഓഫ് യുവർ ബിലീഫ് അത് പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? അവിടുന്ന് തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. മറ്റുള്ളവരുടെ വിശ്വാസത്തിലല്ല നമ്മൾ ജീവിക്കേണ്ടത്. നമുക്ക് സ്വന്തമായ വിശ്വാസം ഉണ്ടാകണം. അതാണ് തൻ്റെ ജനമെന്ന് പറയണത്. തൻ്റെ ജനം എന്ന് വെച്ചാൽ 2 ചോദ്യം ചോദിക്കത്തില്ലേ പത്രോസിനോട്? എന്താ ചോദിക്കുന്നത്? ഹു ഡു യു സേ ദാറ്റ് ഐ ആം? ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മർക്കോസ് 8:27. മർക്കോസ് 8:27. യേശുവും ശിഷ്യന്മാരും കേസറിയ ഫിലിപ്പിയിലെ ഗ്രാമങ്ങളിലേക്ക് പുറപ്പെട്ടു. വഴിമധ്യേ അവൻ ശിഷ്യന്മാരോട് ചോദിച്ചു, ഞാൻ ആരെന്നാണ് ആളുകൾ പറയുന്നത്? ജോസഫച്ചൻ പറഞ്ഞ വിശ്വാസത്തിലേക്ക് ചിലപ്പോൾ നിങ്ങൾ ജീവിക്കണം ഇപ്പോഴും. പക്ഷെ അത് തൻ്റെ ജനമാകത്തില്ല നിങ്ങളെ. അത് ഞാൻ പറഞ്ഞതല്ലേ. ദൈവം ഉദ്ദേശിക്കുന്നത് എന്താണ്? അവിടുന്ന് ഓരോരുത്തർക്കും ഓരോ കാലം കൽപ്പിച്ച് നൽകുന്നു. ഇതെന്തിനാണ്? അവർ സ്വന്തം അനുഭവത്തിലൂടെ, ജോസഫത്തിൻ്റെ അനുഭവത്തിലൂടെ അല്ല. അത് കുറേ നാൾ യാത്ര ചെയ്യാൻ പറ്റത്തില്ല. ദൈവം നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? അവിടുന്ന് തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കണം. എങ്ങനെയാണ് തൻ്റെ ജനമാകണത്? എങ്ങനെയാണ്? സ്വന്തം അനുഭവം ഉണ്ടാകണം. സ്വന്തം അനുഭവം എന്താ ഉണ്ടാകുന്നതിൻ്റെ കാലങ്ങൾ മാറും. ഉടമ്പടിയിലായിരിക്കുമ്പോഴും ചിലപ്പോൾ നെഗറ്റീവ് കാലങ്ങൾ വരും. ഇതെന്തിനാണ്? ഇത് അവരെ സ്വന്തം അനുഭവത്തിലൂടെ ദൈവത്തെ
കണ്ടെത്താൻ വേണ്ടിയാണ്. അപ്പം ഈ സ്വന്തം അനുഭവത്തിൽ, അപ്പം നിങ്ങൾ ക്ലേശകാലത്ത് എന്താ ചെയ്യേണ്ടത്? ക്ലേശകാലത്ത് നിങ്ങൾ മാന്യം ഉണ്ടാക്കരുത്. പിടികിട്ടിയ പല അണ്ണന്മാരും ഡ്യൂപ്ലിക്കേറ്റ് ആകുന്നത് എന്താ? യഥാർത്ഥ ഇസ്രയേലിൽ നിന്ന് പറഞ്ഞില്ലേ, കർത്താവിൻ്റെ അസസ്മെൻറ്റിലുള്ളത് എന്താണ്? ആൻഡ് ദിസ് ഈസ് ട്രൂ ഇസ്രേലിയൻ ആൻഡ് ഹി ഈസ് നോട്ട് എ ഹിപ്പോക്രാറ്റ്. അവന് കാപട്യമൊന്നും ഇല്ലെന്ന് പറയാം. എന്താ കാര്യം? പണ്ട് ഇസ്രയേൽ എന്ന് പറഞ്ഞ ആൾ യാക്കോബിൻ്റെ പേരായിരുന്നു ഉണ്ടായിരുന്നത്. യാക്കോബ് കടിഞ്ഞുള്ള അവകാശം ഫാൻസി ഡ്രസ്സിലൂടെ അടിച്ചു മാറ്റിയ ആളാണ്. ഫാൻസി ഡ്രസ്സ് എന്ന് പറയുന്നത് എന്താണ്? വേഷപ്രച്ഛന്നം, ആളുടെ വേഷപ്രച്ഛന്നം. യേശാവ് അപ്പൻ ഇസഹാക്ക് മരിക്കാൻ നേരത്ത് അവനിഷ്ടപ്പെട്ട മകൻ, മൂത്ത മകൻ ആദിജാതൻ യേശാവിനെ വിളിച്ചിട്ട് പറഞ്ഞു, മകനെ, എനിക്ക് കർത്താവിലേക്ക് ചേരാൻ സമയമായി, നീ കാട്ടിൽ പോയി വേട്ടയാടി ഒരു മൃഗത്തെ കൊണ്ടുപോവാ, ഞാൻ അതിനെ ഭക്ഷിച്ച് കഴിയുമ്പോൾ, അപ്പവും കൂടി കൊണ്ടുപോവാ, ഞാൻ ഭക്ഷിച്ച് കഴിയുമ്പോൾ ഞാൻ മനസ്സ് നിറഞ്ഞ് നിന്നെ അനുഗ്രഹിക്കും. അപ്പോൾ കർത്താവ് എനിക്ക് തന്ന അനുഗ്രഹമെല്ലാം നീ അവകാശമാക്കും. അത് അപ്പോഴ് റബേക്ക അത് പാത്തു നിന്ന് കേൾക്കും. റബേക്കയ്ക്ക് ഇഷ്ടം യാക്കോബിനോട്. യേശാവ് ശരീരത്തിൽ മുഴുവൻ പൂടമുള്ളവനായിരുന്നു. ഉടനെ യേശാവ് വേട്ടയാടാൻ പോയ സമയത്ത് യേശാവിൻ്റെ ആണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഒരു രോമക്കുപ്പായം എടുത്ത് ഇവനെ ധരിപ്പിക്കും. എന്നിട്ട് അവിടെ ആലയിലുണ്ടായിരുന്ന ആടിനെ മുറിച്ച് കറിയാക്കി അപ്പവുമായിട്ട് യേശാവ് വരുന്ന മുമ്പ് യാക്കോബിനെ കൊണ്ട് കുടിപ്പിക്കും. യാക്കോബിനെ അവൻ അന്ധനായിരുന്നു ഈ ഇസഹാക്ക്. തപ്പി നോക്കിയപ്പോൾ ഇസഹാക്ക് പറയും, നിൻ്റെ ശരീരമൊക്കെ പൂടെ ഉള്ളതാണ്, യേശാവിനെ പോലെ ഇരിക്കണം, നിൻ്റെ മണം എന്ന് പറയണത് അത് യാക്കോബിൻ്റെ ആണെന്ന് അറിയാം. അപ്പം അത് നിൻ്റെ ശരീരം ഇതുള്ളതാണ്, പക്ഷേ എങ്കിലും കർത്താവിൻ്റെ വയലിലെ മണമാണ് നിൻ്റെ ശരീരം. അത് യേശാവിൻ്റെ ഉടുപ്പായിട്ടിരിക്കണത്. പക്ഷെ സ്വരം യാക്കോബിൻ്റെ ആണെന്ന് പറയും. എന്തിലും പക്ഷെ അല്ലപ്പം ഞാൻ യാക്കോബല്ല, ഞാൻ യേശാവാണെന്ന് പറഞ്ഞ് യേശാവിൻ്റെ അനുഗ്രഹം ഇവൻ അടിച്ചു മാറ്റും. ഇവൻ വളർന്ന് വലുതായി രക്ഷപ്പെട്ടെങ്കിലും കർത്താവിൻ്റെ പുസ്തകത്തിൽ ഇവൻ റെഡ് മാർക്കാണ്. എത്രയോ വർഷം കഴിഞ്ഞ്, ആയിരക്കണക്കിന് വർഷം കഴിഞ്ഞെങ്കിലും യേശാവിൻ്റെ ആത്മസ്ഥിതി ഹിപ്പോക്രൈറ്റ് എന്നാണ് ദൈവത്തിൻ്റെ പുസ്തകത്തിൽ കിടക്കുന്നത്. യാക്കോബിൽ നിന്നാണ് ഈ നെതിന്യാഹു വരെ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ എന്നാലും പുസ്തകത്തിൽ കിടക്കുന്നത്, കർത്താവിൻ്റെ പുസ്തകത്തിലുള്ളത് എന്താണ്? ഈസ് എ ഹിപ്പോക്രാറ്റ്. തൽക്കാല കാര്യസാധ്യത്തിന് വേണ്ടിയാണ് അടിച്ചു മാറ്റിയെങ്കിലും ദൈവത്തിൻ്റെ ഒത്തുതീർപ്പിന് ദൈവം ഇപ്പോഴും തയ്യാറല്ല, കർത്താവിൻ്റെ കാലത്തും തയ്യാറല്ല. എന്താ പറയണത്? ദാനിയേൽ ഒരു പറയും, ഇവന് യഥാർത്ഥ ഇസ്രയേലിലാണ്. ഹീസ് നോട്ട് എ ഹിപ്പോക്രാറ്റ്. മറ്റവൻ യാക്കോബ് ഹിപ്പോക്രാറ്റായിരുന്നു. അപ്പം ഈ യഥാർത്ഥ ഇസ്രയേലിനാകാൻ, യഥാർത്ഥ വിശ്വാസിയാകാൻ ദൈവത്തിൻ്റെ സ്വന്തം ജനം എന്ന് പറയുമ്പോൾ ഉടമ്പടിയുടെ ത്രില്ല് എന്താണ്? ത്രെഡ് എന്താണ്? ത്രിൽ ആൻഡ് ത്രെഡ് ഓഫ് കവനൻറ്റ്. അതെല്ലാം യഥാർത്ഥ വിശ്വാസിയാകുന്നതിന് വേണ്ടിയുള്ള ത്രില്ലാണ്. അത് ത്രില്ല് ഒരേ സമയം തന്നെ ത്രെട്ടുമാണ്. ഇതിൻ്റെ എന്താ കാര്യം? യഥാർത്ഥത്തിലേക്ക് വരണം. ഏത് കാലാവസ്ഥയിലും ഒരുപോലെ ഇരിക്കണം, എല്ലാ കാലാവസ്ഥയിലും. ഇപ്പം കടലോരത്തൊക്കെ കൊണ്ട് ഞാൻ എൻ്റെ വണ്ടിയൊക്കെ പണ്ട് കടലോരത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും വാട്ടർ സർവീസ് ചെയ്തുകൊണ്ടിരിക്കും. എന്താ കാര്യം? ഉപ്പുകാറ്റടിച്ചിട്ട് തുരുമ്പിക്കും, അതിൻ്റെ അടിയൊക്കെ തുരുമ്പിക്കും. എൻ്റെ കാറ് ഒരിക്കൽ ഡ്രൈവർ ഡ്രൈവ് ചെയ്തുകൊണ്ട് പോണ സമയത്ത് ഡ്രൈവറും സീറ്റും കൂടി നേരെ ഒത്തുപോയി, താഴേക്ക് പോയി. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ദൈവം ഉണ്ടായതുകൊണ്ട് രക്ഷപ്പെട്ടു. എന്താ കാര്യം? തുരുമ്പിച്ച് അടി തുരുമ്പിച്ചിരുന്ന് അറിഞ്ഞില്ല. ഈ മനോജ് തന്നെയായിരുന്നു. കാറും ഡ്രൈവറും അതിൻ്റെ അകത്തിരുന്ന അടിയിൽ നേരെ ഇടിഞ്ഞ് താഴേക്ക് പോയി. അടിയിൽ തുരുമ്പടിച്ചതുകൊണ്ടാണ്. കാലങ്ങൾ മാറിയ തുരുമ്പടിക്കരുത്. കാലാവസ്ഥകൾ മാറുമ്പോൾ വിശ്വാസത്തിൽ തുരുമ്പടിക്കരുത്. കാലാവസ്ഥകൾ മാറാൻ സാധ്യതയുണ്ട്. അതെന്തിനാണ്? നീ യഥാർത്ഥമാണോ എന്നറിയാൻ വേണ്ടിയാണ് കാലാവസ്ഥ മാറുന്നത്. പക്ഷേ എൻ്റെ അനുഭവത്തിൽ ഒരു 90% ഹിപ്പോക്രാറ്റ്സാണ്. എന്താ കാര്യം? അല്പം കാലാവസ്ഥ മാറിയാൽ പ്രാർത്ഥനയുടെ സമയം മാറും, ഉടനെ പത്രക്കുടിപ്പൊക്കെ മാറും.
കർത്താവിൻ്റെ കയ്യിലുള്ള ഉരുപ്പടിയൊക്കെ പറഞ്ഞ് ഇത്തിരി കൂടിയ ഉരുപ്പടിയാണ്. ഒരുത്ത സാക്ഷ്യം പറഞ്ഞെന്താണെന്നറിയോ? ഞാൻ പത്രം കൊടുത്ത് 2 മണി രാത്രി വരെ കൊടുത്ത് ആൾക്കാരുടെ വീട് കിടന്നുറങ്ങിയവരെ മുട്ടി തുറന്ന് കൊടുത്തത്. ഞാൻ ദൈവമേ, ഇവരെ പാരക്കടിക്കാഞ്ഞ ഭാഗ്യം. പക്ഷെ കർത്താവ് അവരോട് സഹകരിച്ച്. എന്താ കാര്യം? അവരടിച്ചില്ല. 2 മണിക്ക് ഒരു വീട്ടിൽ ചെന്നിട്ട് പത്രം കൊടുക്കുകയാണ്. ഒന്ന് ചിന്തിക്കേ. അവൻ കർത്താവിൻ്റെ അഭിഷേകം പ്രാപിച്ച് കർത്താവിനെ അറിയിക്കാൻ വേണ്ടി കൊടുത്ത് പോയി. ആരും ചലിച്ചില്ല. എല്ലാവരും ആ 2 മണിക്ക് എഴുന്നേറ്റ് എഴുന്നേൽക്കുന്ന ആദരവോടെയാണ് വാങ്ങിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണ്? ഏത് മോശം ടൈമിലും കർത്താവിൻ്റെ വേല നമുക്ക് ചെയ്യാം. നമുക്ക് അഭിഷേകം കിട്ടിയാൽ മതി. അതിന് ശേഷം അന്ന് എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് മാതാവ് നമ്മളെ പഠിപ്പിച്ചുവെന്ന്. അവർക്കും ആ പ്രാർത്ഥന ഒരു വിശ്വാസം കൂടുതലായി വന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ സന്തോഷത്തോടെ പോയി. അപ്പോൾ അന്നിവിടെ ഞാൻ അതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. എൻ്റെ എക്സാം റിസൾട്ടിന് നല്ലൊരു റിസൾട്ട് തന്നതിന് ദൈവത്തിനും മാതാവിനും നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ അച്ഛൻ ഇവിടെ വന്ന് മുട്ടുകുത്തി നിൽക്കും മക്കളെ എന്ന് പറഞ്ഞപ്പം ഞാൻ മാതാവിനോട് ചോദിച്ചു, മാതാവേ, ഞാൻ 10 വർഷമായിട്ട് എൻ്റെ കാലിന് എനിക്ക് മുട്ടുകുത്താൻ പറ്റണില്ല. കാരണം മുട്ടുകുത്തുന്നതിന് കുഴപ്പമില്ല, പക്ഷെ മുട്ടുകുത്തി എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഭയങ്കര കാലിന് വേദനയും ഇങ്ങനെ 2 കാലും വിറക്കും. എനിക്ക് ആരെങ്കിലും പിടിക്കാതെ എനിക്ക് എഴുന്നേക്കാൻ പറ്റത്തില്ല. പിന്നെ കുറച്ച് നേരം ആരെങ്കിലും പിടിച്ചുകൊണ്ട് അവിടെ നിൽക്കണം. അങ്ങനത്തെ എൻ്റെ കാലിന് വേദനയായിരുന്നു. അപ്പോൾ ഞാൻ ദൈവമേ, ഞാൻ മുട്ടുകുത്തി കഴിഞ്ഞിട്ട് എഴുന്നേൽക്കണം ഇങ്ങനെയാണ്. പക്ഷെ എന്നാലും ഞാൻ അച്ഛൻ മുട്ടുകുത്താൻ പറഞ്ഞ് ഞാൻ ധൈര്യത്തോടെ മുട്ടുകുത്തി. ഇവിടെ നിന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ച് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് മറ്റുള്ള പിള്ളേർ എഴുന്നേറ്റ് പോകുന്ന പോലെ എനിക്ക് പോകാൻ പറ്റിയില്ല. ഞാൻ പതുക്കെ ഇച്ചിരി നേരം അവിടെ നിന്ന് പതുക്കെ ചെന്ന് ഇവിടെ നിന്നു. പിന്നെ ഞാൻ ഇവിടെ നിന്ന് കാല് നീട്ടിയിരുന്ന് ഞാൻ മാതാവിന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് പോയി. പക്ഷേ അത് പിന്നെ എനിക്ക് കാലിനും മുട്ടിനും വേദന കുറഞ്ഞു വന്നു. ഇപ്പം ഞാനിത് ഇത്രയും നേരം ഇവിടെ വന്ന് കുറേ നേരം മുട്ടുകുത്തി നിന്ന് മാതാവിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചു. എനിക്കൊരു കുഴപ്പമില്ല. പള്ളി ചെന്നാലും എനിക്കൊരു സങ്കടമായിരുന്നു. കാരണം പണ്ടൊക്കെ ഞാൻ പള്ളിയുടെ മുമ്പിൽ നിന്ന് അത്യാവശ്യം ഒത്തിരി പുറകിലും അല്ല ഒത്തിരി മുമ്പിലും അല്ലാത്ത രീതിയിൽ പിള്ളേർ കഴിഞ്ഞാൽ പോയി നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഞാനാണ്. പക്ഷെ എനിക്കൊന്നും നല്ലതുപോലെ ഒരു കുർബാനയിൽ കൂടാൻ പറ്റുന്നില്ല. മുട്ടുകുത്താൻ പറ്റാത്ത കാരണം ഞാനൊക്കെ ഇങ്ങനെ ചെന്ന് ബെഞ്ചിൽ കയറിയിരിക്കുമ്പോൾ എല്ലാവരും ഓർക്കും, ഇതേ കണ്ടില്ലേ ആ പെണ്ണൊക്കെ കയറി അവിടെ കയറിയിരിക്കണു, പാവം അമ്മച്ചിമാരൊക്കെ വന്ന് നിലത്തിരിക്കണു എന്ന് പറയും. അതുകൊണ്ട് എനിക്ക് ബെഞ്ചിൽ ഇരിക്കാനും പറ്റത്തില്ല, സ്ഥലവും കിട്ടാറില്ല. അപ്പോൾ ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു കുർബാനയ്ക്ക് ചെല്ലുമ്പോഴൊക്കെ, മാതാവേ, എനിക്ക് എൻ്റെ കാലുവേദന മാറ്റി തന്നെ എനിക്ക് പള്ളിയുടെ മുമ്പിൽ തന്നെ നിന്ന് കുർബാന കാണാൻ സാധിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ IELTSൻ്റെ റിസൾട്ടിനേക്കാൾ ഉപരി എനിക്ക് രോഗശാന്തിയാണ് എനിക്ക് ദൈവം തന്നത്. എൻ്റെ മാതാവ് എനിക്ക് നേടിത്തന്നത് 2 കാര്യങ്ങളാണ്. എനിക്ക് രോഗശാന്തി തന്നു, എനിക്ക് എൻ്റെ റിസൾട്ട് പാസ്സാക്കി തന്നു. പിന്നെ എൻ്റെ വീട്ടിൽ, നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ അങ്ങനെയാണ്, വീട്ടിൽ ഭയങ്കര തിരക്കും ഇതൊക്കെയുള്ള ദിവസം നമ്മൾ ആദ്യം തന്നെ വേണ്ടാന്ന് വെക്കണത് പ്രാർത്ഥനയാണ്. കൊന്ത ചെല്ലലങ്ങും വേണ്ടാന്ന് വെക്കും. നമുക്ക് കൊന്ത ചെല്ലണ്ട, നമുക്ക് ചെറിയ പ്രാർത്ഥന എന്തെങ്കിലും പ്രാർത്ഥന. പിന്നെ എൻ്റെ മോളെന്ന് വെച്ചാൽ അന്തോണിച്ചനാളുടെ ഭയങ്കര ഭക്തിയാണ്. അപ്പോൾ അവൾക്ക് കാണാപ്പാടം അറിയാം. അപ്പോൾ അവൾ പറയും, മമ്മി നമുക്കിന്ന് കൊന്ത ചെല്ലണ്ട മമ്മി, നമുക്ക് അന്തോണിച്ചനാളുടെ നൊവേന ചൊല്ലിയിട്ട് നമുക്ക് കിടക്കാമെന്ന് പറയും. അപ്പം അവളെപ്പോഴും അങ്ങനെ പറയുമ്പോൾ ഞാൻ പറയും, ഇല്ല കൊന്തയെല്ലാം പറയും മമ്മി ഇന്ന് ഒത്തിരി പഠിക്കാനുണ്ട് മമ്മി എനിക്ക്, അല്ലെങ്കിൽ ഇത്ര നേരമായില്ലേ മമ്മി എന്ന് പറയുമ്പോൾ പിന്നെ അപ്പനും അങ്ങ് പറയും, എന്നാൽ നമുക്ക് ഇത് ചെല്ലാമെന്ന് പറയും. പക്ഷേ കൊന്ത അങ്ങനെ ഇടയ്ക്ക് വീട്ടിലങ്ങനെ റെഗുലറായിട്ടൊന്നും ചെല്ലാറില്ലായിരുന്നു. പിന്നെ ഞായറാഴ്ച കുർബാനയ്ക്ക് പോയിട്ട് പള്ളിയിൽ ഒരു 1.5 മണിക്കൂർ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് വൈകുന്നേരം പ്രാർത്ഥിക്കണ കാര്യം പറയുമ്പോൾ ഹസ്ബൻഡ് ഇടയ്ക്ക് തമാശന് പറയും, ഇന്ന് പള്ളിയിലൊക്കെ പോയതല്ലേ ഇന്ന് പ്രാർത്ഥിക്കണ്ടടി എന്ന് പറയും. അപ്പം ഞാൻ ചോദിക്കും, ഞായറാഴ്ച പള്ളിയിൽ പോയതുകൊണ്ട് ഭക്ഷണം കഴിക്കാതിരിക്കണില്ലോ, നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ തമാശ രൂപത്തിൽ പറയാറുണ്ട്. പക്ഷേ ഇപ്പം ഇവിടെ വന്ന് ഈ ഉടമ്പടി എടുത്ത് ഇതിന് ശേഷം ഇന്ന് വരെയും ഒരു കുരിശ് വരയ്ക്കാൻ വാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഓടി അവർ വരും. 2 പേരും നല്ല ഇതോടുകൂടി വന്ന് കുരിശ് വരച്ച് മാതാവിനോട് പ്രാർത്ഥിച്ച് കൊന്ത ചൊല്ലി അത് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാനിങ്ങനെ എല്ലാ കാര്യങ്ങളും സമർപ്പിച്ച് ഞാൻ സ്വയം പ്രേരിത പ്രാർത്ഥന ചെല്ലാറുണ്ട്. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും ഹസ്ബൻഡിൻ്റെ നേരെ മോളൊരു നോട്ടം നോക്കും, ഇത് കഴിയുന്നില്ലേ എന്നുള്ളൊരു അർത്ഥത്തിൽ നോക്കും. അപ്പോൾ ഞാനത് കണ്ടിട്ട് ഞാൻ പറയും, മോനെ, എല്ലാറ്റിനും ഉപരി നമ്മൾ ദൈവത്തിനും 1ാം സ്ഥാനം കൊടുത്താൽ മാത്രം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിജയിക്കുകയുള്ളൂ. നമ്മളെന്താണോ അത്
നമ്മൾ ദൈവത്തിൽ നിന്ന് നേടിയതാ എന്ന് പറയും. പക്ഷെ അന്നേരം ഒന്നും അവൾ അത്ര കാര്യമായിട്ട് എടുത്തിട്ടില്ല. പക്ഷേ ഇതിന് ശേഷം അവൾക്കും ഒരു അനുഭവമായിരുന്നു. അവൾ ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ അന്ന് മുതൽ, ജൂലൈ 25-ാം തീയതി മുതൽ ഇന്ന് വരെയും ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ യാത്രയിലാണെങ്കിൽ പോലും ഞങ്ങൾ ഉടമ്പടി പ്രാർത്ഥന വീട്ടിൽ വന്ന് എത്ര രാത്രി ആയാലും ഞങ്ങൾ വീട്ടിൽ വന്ന് മാതാവിൻ്റെ മുമ്പിൽ നിന്ന് ചെല്ലും. അല്ലെങ്കിൽ ഞങ്ങൾ വണ്ടിയിലാണെങ്കിൽ കാറയിലിരുന്ന് ഞങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും. ഇന്ന് വരെയായിട്ട് മുടക്കം വന്നിട്ടില്ല. ഇനിയുള്ള അങ്ങോട്ടുള്ള ജീവിതത്തിൽ ഇതുപോലെ തന്നെ മാതാവിനോട് ഇഴുകിച്ചേർന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞ് ദൈവത്തോട് കൂടെ ആയിരിക്കാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ സഹായിക്കാൻ വേണ്ടി എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആദ്യമായി തന്നെ അമ്മയും തിരുക്കുമാരനും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് ബെറ്റി. ഞാൻ നീലീശ്വരം ഇടവാംഗമാണ്. ഞാൻ സൗദിയിൽ നേഴ്സായി ജോലി ചെയ്യുന്നു. ഞാൻ മെയ് 25-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിരുന്നു. എൻ്റെ ആദ്യത്തെ നിയോഗം OET എക്സാമിന് ജയിച്ച് UK സ്കോർ കിട്ടണമെന്നായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഉടമ്പടി എടുത്തത്. എല്ലാവരും പറഞ്ഞു ഉടമ്പടി എടുത്ത്, ഞാൻ ഒത്തിരി സാക്ഷ്യം കേട്ടിട്ടുണ്ട്. ഉടമ്പടി എടുത്ത് OET IELTS അങ്ങനെയുള്ള എക്സാം എഴുതുന്നവർ ജയിക്കുന്നുണ്ട്. ഒത്തിരി പ്രാവശ്യം എഴുതിയവരൊക്കെ ആണെങ്കിലും ഇപ്പോൾ ഒന്നും ഉടമ്പടി ഒന്നും എടുക്കാതെ എഴുതിയവരൊക്കെ തോറ്റു പോയിട്ടുണ്ട്. പക്ഷേ ഉടമ്പടി എടുത്തിട്ട് ഒത്തിരി പേര് ഇങ്ങനെ സാക്ഷ്യം പറയുന്നത് എനിക്ക് കേൾക്കുമായിരുന്നു. അപ്പോൾ എനിക്കും അതൊരു പ്രചോദനമായി. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഉടമ്പടി എടുത്തിട്ടേ പരീക്ഷ എഴുതുന്നുള്ളൂ. അങ്ങനെ പറഞ്ഞ ഉടമ്പടി എടുത്ത് ഇവിടെ വന്ന് ഞാൻ സൗദി വർക്ക് ചെയ്യുവാണ് നേഴ്സായിട്ട്. അപ്പോൾ ഇവിടെ ഞാൻ വെക്കേഷൻ വന്ന സമയത്താണ് ഉടമ്പടി എടുത്തത്. അങ്ങനെ എടുത്തിട്ട് ഞാൻ ഓൺലൈനായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ഏജൻസിയിൽ 3 മാസം പഠിച്ചു. അത് കഴിഞ്ഞിട്ട് എനിക്കൊന്നും ആയില്ല. പിന്നെ ഞാൻ ഇടയ്ക്ക് വെക്കേഷന് വന്നപ്പോഴും 1 മാസത്തെ വെക്കേഷനൊന്നും ആ 1 മാസവും ഞാനിവിടെ പഠിക്കാൻ പോയി, ഇവിടെ കാലടിയിൽ. അന്നേരം അവിടെയുള്ള മിസ്സുമാരൊക്കെ പറഞ്ഞു ഇത്രയും പ്രായമായിട്ടാണ് പഠിക്കാൻ പോണേ. ഇപ്പോൾ പ്രായമായവരൊക്കെ എക്സാമിനൊക്കെ അവർ അങ്ങനെ ഒത്തിരി ജയിപ്പിക്കാറില്ല. പ്രത്യേകിച്ച് സ്പീക്കിങ്ങിലൊക്കെ അവർ മാർക്ക് കുറവാണ് കൊടുക്കുന്നത്. ചെറുപ്പക്കാർക്കൊക്കെ ആണെങ്കിൽ നല്ല മാർക്കൊക്കെ ഇടുന്നു പറയും. അപ്പം ഞാൻ പറഞ്ഞു ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് വെച്ച് നടക്കട്ടെ, അല്ലാതെ ഇപ്പം നമുക്ക് ചെയ്യാം അങ്ങനെ പറഞ്ഞു ഞാൻ. അപ്പം എന്നിട്ട് പിന്നെ ഇവിടെ 1 മാസം പഠിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. അവൾ പറഞ്ഞു എൻ്റെ ഒരു മിസ്സുണ്ട്, റൈറ്റിങ്ങിന് നല്ല സ്കോർ കിട്ടും അവർ പഠിപ്പിച്ചാൽ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവരുടെ ഇതിൽ പഠിക്കുമായിരുന്നു. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് റീഡിംഗ് ഒക്കെ ഒത്തിരി പാടായിരുന്നു. അപ്പോൾ 20 ക്വസ്റ്റ്യന് 15 മിനിറ്റിനുള്ളിൽ എഴുതണമായിരുന്നു. അപ്പോൾ ഒരിക്കൽ പോലും എനിക്ക് ഈ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് സമയം കിട്ടാറില്ലായിരുന്നു. ഒരു 4-5 ക്വസ്റ്റ്യൻ എപ്പോഴും ബാക്കി കാണും. അപ്പം ഞാൻ ഓർത്തു, കർത്താവേ ഞാൻ എങ്ങനെയാണ് ഈ പരീക്ഷയ്ക്ക് സമയം അഡ്ജസ്റ്റ് ചെയ്ത് എൻ്റെ എഴുതാൻ പറ്റുമോ എന്നൊക്കെയുള്ള ചിന്തയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴും സ്കോറെന്ന് പറഞ്ഞാൽ 20-25 ഇടയ്ക്കായിരുന്നു സ്കോറ്. അപ്പോൾ എൻ്റെ മാം പറഞ്ഞു ബെറ്റി എന്തിനാണ് ഇപ്പോഴേ ഡേറ്റ് എടുത്തത്, ഒരിക്കൽ പോലും ഒരു ജയിക്കാനുള്ള സ്കോർ കിട്ടിയിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് എടുത്തതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, അതുകൂടാതെ ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്, എൻ്റെ അമ്മ എനിക്ക് തരും, അതാണ് എൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് ഞാൻ ഇവിടെ മെയ് 25-ന് ഉടമ്പടി എടുത്ത്. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു 3 മാസത്തിനുള്ളിൽ പഠിച്ച് എനിക്ക് പരീക്ഷ എഴുതാൻ പറ്റണേന്നാണ് പ്രാർത്ഥിച്ചത്. എന്നിട്ട് എനിക്ക് അവിടെ ഞാൻ സൗദിയിൽ എഴുതാൻ തീരുമാനിച്ചു. അപ്പോൾ എനിക്ക് ഡേറ്റ് കിട്ടിയില്ല. അപ്പം ഓഗസ്റ്റ് 15 ദിവസം നോയമ്പെടുത്തിട്ട് അമ്മയുടെ മാസമാണല്ലോ, അപ്പോൾ സർക്കാർ ഓണത്തിരുന്നാളല്ലേ, അപ്പോൾ അമ്മയുടെ മാസത്തിൽ തന്നെ ഡേറ്റ് എടുത്ത് എഴുതണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ അത് സാധിച്ചില്ല, ഡേറ്റ് കിട്ടിയില്ല. അപ്പോൾ എനിക്ക് കിട്ടിയത് സെപ്റ്റംബർ 24-നാണ് ഡേറ്റ് കിട്ടിയത്. അപ്പം ഞാൻ അപ്പോൾ ഓർത്തു 8 ദിവസം മാതാവിൻ്റെ ജനനത്തിനാളിലുള്ള നോയമ്പുണ്ടല്ലോ, അപ്പം അതെടുത്തിട്ട് നമുക്ക് പരീക്ഷ എഴുതാമെന്നൊക്കെ ഓർത്തു. അങ്ങനെ എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ എപ്പോഴും ജോസഫ് അച്ഛൻ പറയുമായിരുന്നു ഇങ്ങനെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അപ്പോൾ ഞാൻ പറഞ്ഞു മാതാവ് എനിക്കൊരു മെറിറ്റില്ല, നിൻ്റെ ഗ്രേസ് കൊണ്ട് മാത്രമേ എനിക്ക് ജയിക്കാൻ പറ്റുള്ളൂ എന്നെപ്പോഴും ഞാൻ പറയുന്നത്. എപ്പോഴും ഇങ്ങനെ ഉരുവിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതുകൂടാതെ ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിൽ കേട്ടിട്ടുണ്ടായിരുന്നു, ഒരു മെറിറ്റും ഇല്ല, 35% മെറിറ്റ് ചിലപ്പോൾ കാണുള്ളായിരിക്കും, പക്ഷേ 65% ഗ്രേസായിട്ട്
പ്രവർത്തിക്കണമെന്ന്. അപ്പം ഞാൻ പറയും എനിക്കും ഇതുപോലെ തന്നെയുള്ളൂ, എനിക്ക് മെറിറ്റൊന്നുമില്ല, 30% എനിക്ക് ചിലപ്പോൾ കാണുമായിരിക്കും, പക്ഷേ ബാക്കി 65% നീ പ്രവർത്തിക്കണമേ, എങ്ങനെയാലും എന്നെ ഒന്ന് എനിക്ക് കറക്റ്റ് സ്കോർ കിട്ടി ജയിച്ചാൽ മതി, കൂടുതലൊന്നും വേണ്ട എന്ന് പറയും. ഇപ്പോൾ പിന്നെ ഞാൻ ഭയങ്കര ടെൻഷനായിരുന്നു റീഡിങ്ങിൻ്റെ കാര്യത്തിൽ, സമയം ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ എങ്ങനെ പരീക്ഷയ്ക്ക് എഴുതും എന്നൊക്കെ ആശങ്കയുണ്ടായിരുന്നു. പിന്നെ എപ്പോഴും പ്രാർത്ഥിക്കും, എൻ്റെ പരീക്ഷാ സമയത്ത് മാതാവും തിരുക്കുമാരൻ എൻ്റെ കൂടെ വന്നിരിക്കണേ, അങ്ങനെ എനിക്ക് നീ പറഞ്ഞു തന്നാൽ മാത്രമേ എനിക്ക് വല്ലതും കിട്ടുകയുള്ളൂ, അല്ലാതെ എനിക്കൊരു കഴിവുമില്ല, നിൻ്റെ കൃപ എന്നിൽ വർഷിക്കണമേ എന്ന് എപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. രാത്രിയിലൊക്കെ ആണെങ്കിലും കിടക്കുന്നതിന് മുമ്പ് എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിച്ചോർത്താ എന്നെ രക്ഷിക്കണേ, കൂടാതെ എനിക്ക് വേറെ ഒരു മാർഗ്ഗമില്ല, നീ രക്ഷിച്ചാൽ മാത്രം, നീ എനിക്ക് ജയം തന്നാൽ മാത്രമേ